കുഷ്ഠരോഗി കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ മറുപടി, എനിക്ക് മനസ്സുണ്ട്. അന്നത്തെ കാലത്ത് ഒരു കാരണവശാലും കുഷ്ഠരോഗിക്ക് സമൂഹത്തിൽ വെളിപ്പെടാൻ അധികാരമില്ല. പഴയ നിയമകാലത്തെ പ്രമാണമായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്തും കുഷ്ഠരോഗിക്ക് അടുത്ത് വന്ന് ഒരു പുരുഷാരത്തിൻ്റെ നടുവിൽ, നമ്മൾ ആ 8-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വളരെ പുരുഷാരം ഉണ്ടായിരുന്നു യേശുവിനോടൊപ്പം. അപ്പോൾ ഒരു കാരണവശാൽ ഈ കുഷ്ഠരോഗിക്ക് യേശു കർത്താവിൻ്റെ മുൻപിലോട്ട് വരാനുള്ള അധികാരമില്ല. കാര്യം കണ്ടാൽ മറ്റുള്ളവർ കല്ലെറിയും. അതവരുടെ പ്രമാണമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവൻ, മനസ്സിനകത്ത് ആഗ്രഹമുള്ളവൻ, കുഷ്ഠരോഗിയായി ആയവൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എങ്ങനെ വന്നു എന്നുള്ളത് വചനത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ നല്ലോണം കഷ്ടപ്പെട്ട് വന്നു. പുതപ്പൊക്കെ ഇട്ട് മൂടിയോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒളിച്ചും പാത്തുമൊക്കെ ആയിരിക്കും കർത്താവിൻ്റെ അടുത്ത് വന്നത്. അവിടെ വന്നിട്ട് യേശു അവൻ്റെ ആ വരവ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഇവൻ പ്രമാണം തെറ്റിച്ച് വരുക. അപ്പോൾ അവൻ അത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്. ആ മനുഷ്യൻ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ. കാര്യം ഇന്ന് വരെ സമൂഹത്തിൽ കണ്ട മറ്റാർക്കും മനസ്സില്ല അവനെ ഒന്ന് ചേർത്ത് വെക്കാൻ, അവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ. അവന് മനസ്സില്ല, മറ്റാർക്കും മനസ്സില്ല. പക്ഷെ മനസ്സുള്ള ഒരുവനെ തിരിച്ചറിഞ്ഞിട്ട് ഈ കുഷ്ഠരോഗി വന്നിട്ട് ചോദിക്കുക, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ മറുപടി, എനിക്ക് മനസ്സുണ്ട്. ആ കുഷ്ഠരോഗിയെ അവിടെ കർത്താവിനോട് അങ്ങനെ ചോദിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു അപ്പൻ മകൻ റിലേഷനാണ്. എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുക, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? എനിക്കൊരു കാർ വാങ്ങിച്ചു തരുമോ? എനിക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരുമോ? എനിക്കൊരു പേന വേണമപ്പാ, ചെയ്തു തരുമോ? എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കാനുള്ള അധികാരം അപ്പൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്നേഹബന്ധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്കും ഫോർമാറ്റ് ഇല്ല. അപ്പം എൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ ക്ഷമിക്ക്. കർത്താവ്, എനിക്ക് ഇന്ന തീയതി ഇന്നൊരു ബില്ലുണ്ട്, അതൊന്നും എനിക്ക് അടയ്ക്കണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുവാൻ ഒരു 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 സുപ്പീരിയർ ഓഫീസറോട് അല്ലെങ്കിൽ ഒരു യജമാനോട് പറയുന്ന പോലല്ല. ഒരു അപ്പൻ മകൻ റിലേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ സ്നേഹം, ആ വലിയ അധികാരം. മനസ്സിലായോ? അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു ഫോർമാറ്റേ ഇല്ല, ഒരിക്കലും ഇല്ല. ഏത് സമയത്ത് വിളിച്ചാലും അടുത്ത് വന്ന് സംസാരിക്കുന്ന, അടുത്ത് വന്നിരിക്കുന്ന, നമ്മെ അറിയുന്ന ഒരപ്പൻ.